തന്നിട്ടുണ്ട്. ശരി, വേപ്പർ ഡെൻസിറ്റി അടുത്താണ്. നമുക്കറിയാം വേപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മോളിക്കുലർ മാസ്. വേപ്പർ ഡെൻസിറ്റിയുടെ ആക്ച്വൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് ദാറ്റ് ഈസ് ഇൻ വേപ്പർ ഫേസ് ഹോൾ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അണ്ടർ സിമിലർ കണ്ടീഷൻ എന്ന് വെച്ചാൽ M1 ഡിവൈഡ് ബൈ M2 ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. അപ്പം വേപ്പർ ഡെൻസിറ്റി ഈക്വൽ ടു മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ 2. അതിൻ്റെ ഡെഫിനിഷൻ ഇപ്പോൾ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മോളിക്കുലർ മാസ് കിട്ടണമെങ്കിൽ വേപ്പർ ഡെൻസിറ്റി കിട്ടണമെങ്കിൽ മോളിക്കുലർ മാസ് കിട്ടണം, അത് ഡിവൈഡ് ബൈ 2 ചെയ്യണം. ശരി, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഡെൻസിറ്റി ഓഫ് എയർ. അപ്പോൾ ഡെൻസിറ്റീൻ്റെ അർത്ഥം, അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ, 1 ml ഈ പറഞ്ഞ എയർ എടുത്താൽ 1 ml എയർ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാസാണ്. 1 ml എയർ എടുത്ത് ഞാൻ ത്രാസിൽ ഇട്ടിട്ട് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള അത്ര ഗ്രാംസ് ആണ് ഉള്ളത്. ശരി, 1 ml ഞാൻ ഒന്ന് മാറ്റി എഴുതാണ്. 1 × 10⁻³ ml മാറ്റിക്കഴിഞ്ഞാൽ ലിറ്റർ ആയിക്കൂടെ, ബിക്കോസ് ലിറ്ററായി. ശരി, ഞാൻ പറയാണ് 22.4 ലിറ്ററിലാണ് യൂണിറ്ററി മെത്തേഡ് ആകുമ്പോൾ എത്ര ഗ്രാംസ് ഉണ്ടാവും. അപ്പം നോക്കിക്കോ, 22.4 × 0.001293 ഹോൾ ഡിവൈഡഡ് ബൈ 10⁻³ അത് കൂടി വരുമ്പോൾ 10⁻³ ആവും. റൈറ്റ്, താഴ്ന്ന മുകളിലോട്ടേക്ക് പോയി. ഇനി 22.4 ലിറ്റർ ഗ്യാസ് അറ്റ് STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്യാസ് എടുക്കുകയാണ്. അത് 22.4 ലിറ്റർ എടുക്കുകയാണ് ഒരു ഗ്യാസ് അറ്റ് STP. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമുക്കൊരു കാര്യം അറിയാം, 1 മോൾ ഗ്യാസ്, ഓക്കെ, അതിൻ്റെ വോളിയം അറ്റ് STP എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 22.4 ലിറ്റർ ഗ്യാസ് അറ്റ് STP എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 മോൾ സബ്സ്റ്റൻസ് ഉണ്ട് എന്നല്ലേ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 1 മോൾ പാർട്ടിക്കിൾ അല്ലെങ്കിൽ എന്താണ് 1 മോൾ എയറിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ശരി, എന്ത് കിട്ടി, 1 മോൾ സബ്സ്റ്റൻസിൻ്റെ മാസ് തന്നെയല്ല മോളാർ മാസ്. അപ്പോൾ മോളാർ മാസ് കിട്ടി, ഡിവൈഡ് ബൈ 2 ചെയ്യുക, ഉത്തരം കിട്ടി. അടുത്ത ദിവസം 7.5 ലിറ്റർ ഓഫ് എ ഗ്യാസ് അറ്റ് STP ഇത്ര വേസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് 7.5 മോൾ കണ്ടെത്തേണ്ട പരിപാടി, ദാറ്റ്സ് ഇറ്റ്. 22.4 ഓക്കെ എന്താണ് 7.5 ഡിവൈഡ് ബൈ 22.4 ലിറ്റർ അല്ലേ 1 മോളുടെ. അപ്പോൾ എത്ര മോൾസ് കിട്ടും, ഇത് 1/3 മോൾസ് കിട്ടും. ഇനി മോൾസ് നിന്ന് മാസിലേക്ക് പോവാം. ഇത്രയും മോൾസ് ഉണ്ടെങ്കിൽ മാസിലേക്ക് പോകാൻ എത്രയാണ്, അതിൻ്റെ മോളാർ മാസോട് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 1/3 ഇൻറ്റു മോളാർ മാസ് ഗീവൺ അല്ല. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു, എക്സ് ഞാൻ തൽക്കാലം കൊടുക്കുകയാണ്, ഈസ് ഈക്വൽ ടു അതിൻ്റെ മാസം ഓൾറെഡി ഗീവൺ 16. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് മോളാർ മാസ് കിട്ടുക അത് എത്രയാണ്, 48 ഗ്രാംസ് ആണ്. മോളാർ മാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേപ്പർ ഡെൻസിറ്റി കിട്ടാൻ പകുതിയാക്കാം, അപ്പോൾ 24. ഇത്രയേ ഉള്ളൂ. ഇനി ക്ലോറിൻ്റെ കേസ് നോക്കി. ക്ലോറിൻ്റെ മാസ് നമ്പർ അല്ല അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 35 ഉള്ളതുകൊണ്ട്, അതേപോലെ 37 ഉള്ളതുണ്ട്. രണ്ടും ഐസോട്ടോപ്സ്, അങ്ങനെ പലതും ഉണ്ട്. കാർബൺ 12 ഉണ്ട്, കാർബൺ 14 ഉണ്ട്, പല രീതിയിൽ ഐസോട്ടോപ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഏതാണ് ശരിയായ മാസ് നമ്പർ, അല്ലെ ഒരു ആവറേജ് അറ്റോമിക് മാസ് നമ്പറിൻ്റെ ആവശ്യം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചോ, ഞാനിപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു ക്ലോറിനായിട്ട് നിറച്ച് വിചാരിച്ചോ. ഞാൻ 10 ആൾക്കാരോട് പറയാണ്, നിങ്ങൾ ഒന്ന് ആ മുറിയിൽ കയറി ചെന്നിട്ട് ഒരു കയ്യിലെങ്കിൽ ഒരു ക്ലോറിൻ ആറ്റം എടുത്തിട്ട് വരാനേ. അപ്പോൾ 10 ആൾക്കാർ ഒരു ക്ലോറിൻ ആറ്റം എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണാൻ സാധിച്ചത് കൂടുതൽ ആൾക്കാരടുത്തും ക്ലോറിൻ 35 കാണപ്പെടുന്നുണ്ട്, കുറച്ച് ആൾക്കാരടുത്ത് ക്ലോറിൻ 37 കാണപ്പെടുന്നതിന് കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ആവറേജ് അറ്റോമിക് മാസ് ആണ്, അപ്പോൾ രണ്ടിൻ്റെ അറ്റോമിക് മാസങ്ങൾ ആഡ് ചെയ്യാം, ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 36 അല്ലേ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ ഒരു മുറിൻ്റെ സംഭവം 10 ആൾക്കാരിൽ കൂടുതൽ ആൾക്കാർക്ക് 35 കാണാൻ സാധിച്ചത്, ബാക്കി കുറച്ച് ആൾക്കാർക്ക് 37 കാണാൻ സാധിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ ആവറേജ് അറ്റോമിക് മാസിൻ്റെ വാല്യൂ അത് കംപ്ലീറ്റ് പെർസെൻറ്റേജിലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം അധികം കാണാൻ പറ്റുന്ന സംഭവം അല്ലേ, അധികവും ഇങ്ങനെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന സാധനം 35 അടുത്തോട്ടായിരിക്കും മേ ബി ആവറേജ് അറ്റോമിക് മാസ് വരാം. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഡെഫിനിഷനാണ് ആവറേജ് അറ്റോമിക് മാസിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാസ് നമ്പർ ഞാൻ ഉണ്ടാക്കുക, അതിൻ്റെ മാസ് നമ്പർ ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, എന്നിട്ട് അടുത്തതിൻ്റെ മാസ് നമ്പർ ഇൻറ്റു അതിൻ്റെയും പെർസെൻറ്റേജ് ഹോൾ ഡിവൈഡ് ബൈ അതെങ്ങനെയാണ് ഇനി പോവുക കേട്ടോ. ഇനി ഇതേപോലത്തെ അടുത്ത മാസ് നമ്പർ അതിൻ്റെ പെർസെൻറ്റേജ്, അടുത്ത മാസ് നമ്പർ അതിൻ്റെ പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് കിട്ടും. ഇവിടെ നോക്കിക്കോ, നാച്ചുറൽ ഒക്കോറിങ് 75% ഉണ്ട്. നമ്മളോട് എന്താ പറയുക ആവറേജ് അറ്റോമിക് മാസ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ പെർസെൻറ്റേജ് ഇൻറ്റു അതിൻ്റെ മാസ് നമ്പർ 35 പ്ലസ് 25 അതിൻ്റെ പെർസെൻറ്റേജ് ഇൻറ്റു അതിൻ്റെ മാസ് നമ്പർ 37 ഹോൾ ഡിവൈഡ് ബൈ 100 ആവറേജ് അറ്റോമിക് മാസ് കിട്ടും എത്രയാണ് 35.5 ഇതാണ്. ഇനി ഒന്ന് മറിച്ച് ചോദിക്കുകയാണ് കേട്ടോ, ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 35.5 ആണ്. ക്ലോറിന് 2 തരത്തിൽ ഐസോട്ടോപ്സ് ഉണ്ട്, 37 35 ഗിവൺ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ പെർസെൻറ്റേജ് ആവട്ടെ. അപ്പോൾ ഇങ്ങനെ 2 ഉള്ള സ്ഥിതിക്ക് 2 ഐസോട്ടോപ്സ് ഉള്ള സ്ഥിതിക്ക് ഞാൻ പറയും ആവറേജ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അത് 35.5 ആണ്. ശരി, 37 ഇൻറ്റു ഞാൻ പറയാണ്
നമ്മുടെ 35 ഉള്ളതിൻ്റെ പെർസെൻറ്റേജ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എക്സ് പെർസെൻറ്റേജ് ആണെന്ന് പറയുന്നത്. സോ എക്സ് ഇൻറ്റു 35 പ്ലസ് 37 ഓരോന്നിൻ്റെ പെർസെൻറ്റേജ്. ഇനി മറ്റേതിൻ്റെ പെർസെൻറ്റേജ് എത്രയായി? ഇത് എക്സ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ രണ്ട് ഐസോട്ടോപ്സ് ഉള്ളൂ. അപ്പോൾ ഇത് എക്സ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ബാക്കി 100 മൈനസ് എക്സ്. നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 100 ഡിവൈഡ് ബൈ 100. ഇവിടെ ആകെ ഒറ്റ എണ്ണമാണല്ലോ എക്സ് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോന്നിൻ്റെയും എക്സ് കിട്ടും, ഇതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും, എന്നിട്ട് 100 മൈനസ് എക്സ് കിട്ടുക, ഈ 37ൻ്റെ പെർസെൻറ്റേജും കിട്ടും. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഇഫ് പെർസെൻറ്റേജ് ഓഫ് ഡിഫറെൻറ്റ് ഐസോട്ടോപ്സ് ആർ ഗിവൺ. ഓക്കെ, ഐസോട്ടോപ്സിൻ്റെ മാസ് നമ്പറും അതേപോലെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് കണ്ടെത്താൻ പറ്റൂല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ട്രൂ ആണല്ലോ, ബിക്കോസ് പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെർസെൻറ്റേജ് ഇൻറ്റു മാസ് നമ്പർ പ്ലസ് അടുത്ത പെർസെൻറ്റേജ് ഇൻറ്റു മാസ് നമ്പർ ഹോൾ ഡിവൈഡ് ബൈ 100 ചെയ്താൽ പോരാ, എന്നാൽ നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് കിട്ടും. ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എനി ആവറേജ് അറ്റോമിക് മാസ് ഇസ് ഗിവൺ ദെൻ വി ക്യാൻ ആവറേജ് അറ്റോമിക് മാസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് അബണ്ടൻസ് കണ്ടെത്താൻ പറ്റുമെന്ന്. നമ്മൾ ഓക്കെ ശരി ട്രൂ ആണല്ലോ. അപ്പോൾ നമുക്ക് ക്ലോറിൻ്റെ കണ്ടെത്തിയല്ലോ. നമ്മളിപ്പോൾ 35.5 തന്നിട്ടുണ്ട്, അതായത് അതിന് മാസ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് ചെയ്ത് 100 മൈനസ് എക്സ് എന്ന് പറയാൻ പറ്റുന്നു. പക്ഷേ അത് എപ്പോഴും ട്രൂ ആവണമെന്നില്ല. എപ്പോഴാണ് ട്രൂ ആവാൻ? 2 ഐസോട്ടോപ്സ് ഉള്ളെങ്കിൽ മാത്രമേ നമുക്ക് 100 മൈനസ് എക്സ് എന്ന് പറയാൻ കഴിയുള്ളൂ അല്ലേ. ഇപ്പോൾ ചോദിച്ചു നോക്ക്, 3 ഐസോട്ടോപ്പ് ഉണ്ട്, ക്ലോറിന് 3 ഐസോട്ടോപ്പ് മേടിച്ചു, അപ്പം 35.5. ഓഹാ കൊള്ളാലോ. ഞാൻ പറയും 37 ഇൻറ്റു എക്സ് എന്ന് പറയും. അടുത്തതിൻ്റെ 35 ഇൻറ്റു 100 മൈനസ് എക്സ് എന്ന് പറയാൻ പറ്റും. ഇല്ല, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ പറയും വൈ എന്ന്. ഓക്കെ ശരി. എന്നിട്ടോ ഇനി വേറൊന്നും വിചാരിച്ചു 36 വിചാരിച്ചോ. അപ്പോൾ 36 ഇൻറ്റു 100 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറയാൻ പറ്റും. അപ്പം ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2 എന്തുണ്ട്? ബൈ 100 ഉണ്ട് കേട്ടോ. 2 അൺസോൾവബിൾ ആയിട്ട് സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ 2 വേരിയബിൾസ് ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. സോ അത് എപ്പോഴും ട്രൂ ആണെന്നില്ല. ഓൺലി ട്രൂ വെൻ ദി എലമെൻറ്റ് ഹാവ് ഓൺലി 2 ഐസോട്ടോപ്പ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത് വെറുതെ ചെയ്യേണ്ട സമയം പോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവറേജ് മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതും എന്താ സാധനം? നമ്മളൊരു ഗ്യാസസ് മിക്സ്ചർ ഒരു ഡബ്ബയിലുണ്ട് വിചാരിച്ചു. അപ്പോൾ ആ ഗ്യാസസ് മിക്സ്ചറിൻ്റെ എല്ലാം കൂടിയിട്ട് അതിനെല്ലാം ഓരോന്നിനും മോളിക്കുലർ വെയിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ മോളിക്കുലർ വെയിറ്റ്സിൻ്റെ എല്ലാം ഒരു ആവറേജ് ആണ് ആവറേജ് മോളിക്കുലർ വെയിറ്റ്. അപ്പോൾ നമുക്കൊരു നമ്പർ ഓഫ് മോൾസ് കണ്ടെത്തുന്നത് ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ആണ് അല്ലേ, റൈറ്റ്? അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആവറേജ് മോളിക്കുലർ വെയിറ്റ്. അപ്പോൾ ഞാൻ പറയുകയാണ് മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? ഗിവൺ മാസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ്, റൈറ്റ്? അങ്ങനെ ആകുമ്പോൾ ആവറേജ് മോളാർ മാസ് അല്ലെങ്കിൽ ആവറേജ് മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞുവിടെ, ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾസ്. ഇനി ടോട്ടൽ മാസ് ഇപ്പോൾ നമുക്ക് എക്സ് ഇതായി ഇപ്പോൾ 2 മോള് ഇതുണ്ടെന്ന് പറഞ്ഞു, ഇതായി നോക്കിക്കോ. 2 മോൾ ഹീലിയം ഉണ്ട്, 4 മോൾ നൈട്രജൻ ഉണ്ട് എന്നെല്ലാം പറഞ്ഞു. ഇപ്പോൾ 2 മോൾ ഹീലിയം, 1 മോൾ ഹീലിയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ 4 ഗ്രാംസ് ആണെങ്കിൽ 2 മോളുടെ ആണെങ്കിൽ 2 ഇൻറ്റു അതിൻ്റെ ഓരോന്നിൻ്റെ മോളിക്കുലർ വെയിറ്റ് ദാറ്റ്സ് പിന്നെ 4 ഇൻറ്റു ഓരോന്നിന് 28. പിന്നെ ടോട്ടൽ മോൾസ് 4 + 2 6. അങ്ങനെ ചെയ്താൽ പോരെ അല്ലേ? അപ്പോൾ ഇതാണ് ടോട്ടൽ മോൾ മാസ് കിട്ടണമെങ്കിൽ നമ്മൾ നോർമൽ മോളാർ കൺസെപ്റ്റ് ഉപയോഗിക്കുക. എത്രയാണോ മോൾസിൽ അത് ഇൻറ്റു അതിൻ്റെ അറ്റോമിക് മാസ് ആയിട്ട് മൾട്ടിപ്ലൈ, ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ് ചെയ്യുക. അപ്പോൾ ഇത് തന്നെയാണ് മോൾ ഫ്രാക്ഷൻ രീതിയിൽ എഴുതിയിട്ടുള്ളത്. മോൾ ഫ്രാക്ഷൻ രീതിയിൽ എങ്ങനെ എഴുതാൻ? ഇപ്പോൾ ഞാൻ n ഇൻറ്റു മോളാർ മാസ് ഓഫ് 1 പ്ലസ് n ഇത് n എന്ന് പറയാം, n2 ഇൻറ്റു മോളാർ മാസ് ഓഫ് 2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പം നോക്കിക്കോ, n1 ബൈ n1 പ്ലസ് n2 ഇൻറ്റു m1. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ് എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ, റൈറ്റ്? സ്മോൾ ഫ്രാക്ഷൻ 1 പ്ലസ് ഇത് ഞാൻ മോൾ ഫ്രാക്ഷൻ 1 എന്ന് പറയുന്നത് ഈ സാധനത്തിന്. അതേപോലെ ഇതിന് മോൾ ഫ്രാക്ഷൻ 2 ഇൻറ്റു m2, അതിന് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നോക്കി ഓരോന്നിൻ്റെയും ആവറേജ് മോളിക്കുലർ വെയിറ്റ് കണ്ടെത്തും 16 ഇൻറ്റു ആ 16% എന്ന് പറയുന്നത് മോൾ തന്നെ, ബിക്കോസ് മോൾ കോൺസെപ്റ്റ് കോമ്പോസിഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ മോൾസ് 100 ആയിട്ട് എടുക്കും. 16 ഇൻറ്റു അതിൻ്റെ ഓക്സിജൻ്റെ എത്ര 32 പ്ലസ് നൈട്രജൻ്റെ 80 ഇൻറ്റു 28 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര 3 ഇൻറ്റു 44. സീൻ്റെയും ഓക്സിജൻ്റെയും രണ്ടും കൂട്ടിയിട്ട് സൾഫറിൻ്റെത് 64 ഇൻറ്റു 1 എല്ലാം ചെയ്യാൻ കിട്ടും. ഇനി ചാപ്റ്റർ 2ാമത്തെ സീരീസാണ് സ്റ്റോഷ്യോമെട്രി. സ്റ്റോഷ്യോമെട്രി എന്നാണ് ആക്ച്വലി മോൾ കോൺസെപ്റ്റ് തന്നെ. അപ്പോൾ മോൾ കോൺസെപ്റ്റ് എന്താണ്? നമ്മൾ ഇത്രയും പഠിച്ചത് മോൾ കാൽക്കുലേഷൻ. പക്ഷേ മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇത്ര സാധനങ്ങൾ ലിബറേറ്റ് ആവുന്നുണ്ട്, ഇത്ര സാധനങ്ങൾ റിയാക്ട് ചെയ്താൽ എത്ര സാധനം കിട്ടും, അത്തരത്തിലൊരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് എന്ത് സ്റ്റോഷ്യോമെട്രി അല്ലെങ്കിൽ മോൾ കോൺസെപ്റ്റ്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ എന്താ CaCO3 ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുമല്ലോ, കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മൾ പറയും ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയും. കിട്ടുന്നുണ്ട് ഇനി എത്ര കിട്ടുന്നുണ്ട് അതിൻ്റെ അമൗണ്ടിനെ പറ്റി നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള പഠനത്തിന് നമ്മൾ പറയും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഓക്കെ, ആ രണ്ട് വ്യത്യാസം മനസ്സിലാക്കണം.
അപ്പം ഈ പറഞ്ഞ എന്തൊക്കെ കിട്ടും എന്നുള്ളത് CaCO3 ചൂടായി കഴിഞ്ഞാൽ CaO അതേപോലെ CO2 എന്നുള്ള അതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നത് നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലും ഓർഗാനിക് കെമിസ്ട്രിയിലും കുറച്ച് ഫിസിക്കൽ കെമിസ്ട്രിയിലും കുറച്ച് NCERTയിലും കൊടുത്ത ബേസിക് ഇക്വേഷൻസ് റിയാക്ഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മെല്ലെ മെല്ലെ നമ്മൾ അറിഞ്ഞോളും. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കെമിക്കൽ ഇക്വേഷൻ നല്ല വൃത്തിക്ക് എഴുതാം, ബാലൻസ്ഡ് ആയിട്ട് എഴുതാം. എന്നിട്ടോ കെമിക്കൽ ഇക്വേഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, അതെങ്ങനെ മനസ്സിലാക്കേണ്ടത് നമുക്ക് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഗിവൺ ഡാറ്റ നോക്കുക, അതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സീക്വൻസ് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഈ സ്റ്റോഷിയോമെട്രിയിൽ നിന്ന് വരുന്ന ഏത് ചോദ്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട് A+B=C. ഓക്കെ, അത് ഒരു ആർബിട്രറി റിയാക്ഷനാണ്, നമുക്ക് റിയൽ ലൈഫിൽ ഇല്ലാത്തൊരു റിയാക്ഷനാണ്. ഓക്കെ ശരി, അപ്പോൾ നമ്മൾ എന്താ അതിനെ 2, 3 അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻസ് കൊടുത്തിട്ട് ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കിയിട്ടുണ്ട്. ഇത് ബാലൻസ്ഡ് ആണെന്നൊന്നും നമുക്ക് തെളിയിക്കാൻ പറ്റില്ല, നമ്മൾ ജസ്റ്റ് വരാൻ ബാലൻസ്ഡ് ആണ്. ശരി, അപ്പം ഇനി ശേഷം നമ്മൾ ഈ റിയാക്ഷനെ വായിക്കാൻ പഠിക്കണം, മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പോൾ നോക്കി നോക്ക്, 2 moles ഓഫ് A റിയാക്ട് വിത്ത് 3 moles ഓഫ് B അല്ലെങ്കിൽ കമ്പൈൻ വിത്ത് 3 moles ഓഫ് B ആൻഡ് ഗിവ്സ് ഔട്ട് നമുക്ക് എത്ര 4 moles ഓഫ് C. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് ഈ ഒരു റിയാക്ഷന്. ഓക്കെ, നമ്മളോട് ചോദ്യം ചോദിക്കാണ്ട് എത്ര മോൾസ് ആട്ടോ, ഹൗ മച്ച് മോൾസ് ഓഫ് കാർബൺ ഈസ് ഫോംഡ് വെൻ 2 mole ഓഫ് A റിയാക്ട് 3 moles ഓഫ് B റിയാക്ട്. ഓക്കെ, എത്ര മോൾസ് ഓഫ് A ആണ് കാർബൺ, ഇത് കാർബൺ അല്ലേ C, സോറി കാർബൺ അല്ല C ആട്ടോ. അതെന്ന് പറഞ്ഞാൽ 4 moles അല്ലേ, 2 mole 3 mole 4 mole. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് C വിൽ ബി പ്രൊഡ്യൂസ് വെൻ 4 moles ഓഫ് A കമ്പൈൻ 4 moles ഓഫ് A ആട്ടോ, ഇതിനെ ഡബിൾ ചെയ്തു 4 moles ഓഫ് A കമ്പൈൻ വിത്ത് 6 moles ഓഫ് B. അപ്പോൾ ഇതിനെ ഡബിൾ ചെയ്തു, അങ്ങനെ സ്വാഭാവികമാണെങ്കിൽ ഇതിന് ഡബിൾ ആവൂലേ, 4 8 moles. കൊള്ളാം. ഹൗ മച്ച് മോൾസ് ഓഫ് C വിൽ ബി ഫോംഡ് വെൻ 1 mole ഓഫ് A കമ്പൈൻ വിത്ത് 1.4. അപ്പോൾ നോക്കി ഇതിനെ പകുതിയാക്കി, ഇതിനെ പകുതിയാക്കി, ഇതിനെ പകുതിയാക്കി 3/2 എന്ന് പറഞ്ഞാൽ 1.5. അപ്പോൾ ഇതിനെ പകുതിയാക്കണം, 4നെ പകുതിയാക്കി 2 moles. ശരി, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് C വിൽ ബി ഫോംഡ് വെൻ 4 moles ഓഫ് A 4 moles കേട്ടോ. അപ്പോൾ 4 moles പോയി ഇതിനെ ഡബിൾ ചെയ്തു 4 moles. അപ്പോൾ ഇത് എത്രയായി 8 moles. അപ്പോൾ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയല്ല, സോറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ക്വാണ്ടിറ്റി ഓഫ് ലൈം സ്റ്റോൺ ഓൺ ഹീറ്റിംഗ് വിത്ത് 56. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ എഴുതുക. CaCO3 ചൂടാക്കുക, എന്ത് കിട്ടും, CaO കിട്ടും പ്ലസ് CO2 കിട്ടും. പണ്ട് മുതലേ പഠിക്കുന്നത്, എങ്ങനെ അറിയാൻ എവിടെ നിന്ന് വന്നു, ഡിറൈവേഷൻ അങ്ങനെ ഒന്നുമില്ല, ഇതങ്ങ് നടക്കുന്നതാണ്. ഇനോർഗാനിക്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. ഇത് ബാലൻസ്ഡ് ആണോ, ബാലൻസ്ഡ് ആണ്, എല്ലാം കറക്റ്റാണ്, ബാലൻസ്ഡ് ആണ്, എല്ലാം കാർബണും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും എല്ലാം കറക്റ്റാണ്. ശരി, ഇനി 56 കിലോഗ്രാം ഓഫ് C. നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ പഠിക്കുക. 1 mole ഓഫ് CA3, 1 mole ഓഫ് CaO, പിന്നെന്താണുള്ളത് 1 mole ഓഫ് CO2. ഇനി 56 കിലോഗ്രാം ഓഫ് CO. അപ്പോൾ 56 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 56,000 grams ഡിവൈഡ് ബൈ, ഞാൻ എൻ്റെ മോൾസ് കണ്ടെത്താൻ പോകണം, ഡിവൈഡ് ബൈ 1 mole CaOയുടെ എത്രയാണ്, 1 mole 40 + 16 56 തന്നെ. ശരി, അപ്പോൾ എത്ര മോൾസ് ഉണ്ട്, 1000 moles ഓഫ് CaO ഉള്ള. ശരി, 1000 moles ഓഫ് CO ഉണ്ട്. അപ്പം 1 mole CaCO3 നമുക്ക് 1 mole CaO ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ യൂണിറ്ററി മെത്തേഡ് പ്രകാരം 1000 moles CaO ൽ നിന്ന് എത്ര മോൾസ് ഓഫ് CO3 ഉണ്ട്, 1000 moles ഓഫ് CaCO3 ഉണ്ട്. ഇനി 1 mole ഓഫ് CaCO3യുടെ മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്താൻ പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ലൈം സ്റ്റോൺ CaCO3 നമുക്ക് 1000 moles കിട്ടി. മോൾസ് നിന്ന് മാസിലേക്ക് പോകാൻ മോൾ കോൺസെപ്റ്റ് എന്താണ്, മോളാർ മാസ്. ഇതിൻ്റെ മോളാർ മാസ് എന്നാൽ 100 ആണ്. സോ 1000 × 100 grams ആയി. ഇത് കിലോഗ്രാമിലെ ക്വസ്റ്റ്യൻ ഉള്ളത്, അപ്പോൾ നമ്മൾ ഗ്രാംസ് കിലോഗ്രാമിലേക്ക് ഡിവൈഡ് ബൈ 1000 ചെയ്യുന്നു. അപ്പോൾ എന്ത്, ഇത് രണ്ടും കട്ടായി, അങ്ങനെ ഇതും കട്ടായി, അങ്ങനെ നമുക്ക് കിട്ടും 100 kg കിട്ടും. ഓക്കെ, ഇതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളത്.